നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തേക്കണേ. അപ്പോൾ അത് നമ്മൾ എന്തായാലും കളയാനുള്ളതാണ്, വേസ്റ്റായിട്ട് പോകുന്ന സാധനമാണ്. അപ്പോൾ നമുക്കതെടുത്ത് ഭംഗിയായിട്ടൊരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഓറഞ്ചിൻ്റെ സ്കിൻ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് വെച്ചിട്ടാണ് ഞാനതിനൊന്ന് കട്ട് ചെയ്തെടുത്തത്. അതിന് നമ്മളൊരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് കിട്ടാവുന്ന ഇതിന് അത്രയും പല പല ഇതിലേക്ക് വരും, അതിന് സൈസ് പലതായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കിട്ടുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തത്. അക്രിലിക് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. അതെടുത്തിട്ട് ശകലം വെള്ളം മിക്സ് ചെയ്ത് അതിനെ ഓരോന്നിനെ നമുക്കങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം നമുക്ക്. ഇതിപ്പോൾ ഒരു വൈൻ ബോട്ടിൽ എടുത്തിട്ട് നമ്മളതിന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ടിഷ്യൂ കയറി എന്ന് ഒരേ ലെയർ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. മോഡ് പോഡ്ജാണ് ഞാൻ എടുത്തേക്കണത്. മോഡ് പോഡ്ജ് അല്ലെങ്കിൽ നമുക്ക് അതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഗ്ലൂ, ഫെവിക്കോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്കത് ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് ഏതായാലും കുഴപ്പമില്ല. ഇതുപോലെ ഓരോ ലെയർ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഗാർഡൻ കണ്ടെയ്നറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെടുത്ത് കാണണം കേട്ടോ. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ പെയിൻറ്റ് ചെയ്താലും മതിയായിരുന്നു. ഇപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ സ്കിന്ന് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചത്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിന് ലൈറ്റ് ഗ്രീനാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അക്രിലിക് പെയിൻ്റാണ് എടുത്തേക്കണത്. നന്നായിട്ട് ഇതിന് ഒരു കോട്ട് മതിയാവും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കോട്ട് മതിയാവും. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലല്ലേ, എന്നിട്ടത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് വെറുതെ ഒന്ന് ഷെയ്ഡ് പോലെ അത് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് താഴേന്നും മുഴുവനായിട്ട് വേണ്ട, താഴേന്നും കുറച്ച് ചെയ്യുക, മുകളിൽ നിന്നും കുറച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്കിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ടും ചെയ്യാം. അത് റൗണ്ടിൽ ചുറ്റിനും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്കിനി പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മോഡ് പോഡ്ജ് തന്നെയാണ്. ബോട്ടിലെ ഷേപ്പ് അനുസരിച്ച് നമ്മൾക്കതിന് അത് സ്റ്റിക്ക് ചെയ്യാം. ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ഡിസൈൻ കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ പെറ്റലിനെയും ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് ഞാൻ ഓരോ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇതെടുത്തിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് പെയിൻ്റാണ്. വൈറ്റ് ആയാലും കുഴപ്പമില്ല, ലൈറ്റ് കളർ ഏതെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊട്ടി പൊട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പുറത്തേക്ക് ലൈറ്റായിട്ട് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ കുത്തി കുത്തി കൊടുക്കുക. മുഴുവനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഓരോ ഫ്ലവറിനും നമുക്ക് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം, കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ തന്നെയായാലും കുഴപ്പമില്ല, പക്ഷേ ഔട്ട്ലൈൻ കൂടെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അത് നമ്മളൊരു തിൻ ബ്രഷ് എടുത്തിട്ട് അതിന് ബ്ലാക്ക് കളറ് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കണം.
പിന്നെ ആ നടുക്കുള്ള ഭാഗത്തും കുറച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് നമ്മൾ കളയുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി. എന്തായാലും നമുക്ക് വേറെ ഒത്തിരി നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാലും നമുക്കിപ്പോൾ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അച്ഛനെ ഇത് കുറേ നാളിരുന്നാലും ഒന്നും അത് മോശമാവേണ്ടി ഇരുന്നോളും. അത് വെച്ചാൽ ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അത് മോശമാവേണ്ടിയിരിക്കും. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ വാർണിഷ് അടിക്കും. അപ്പോൾ നല്ല ഭംഗിയിലിരുന്നോളും. ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ വാർണിഷ് അടിച്ച് കൊടുക്കണം. വാർണിഷ് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്തേക്കണതല്ലേ, മുഴുവനായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.